ഹായ് വിച്ച് ഡോക്ടേഴ്സ്. അപ്പൊ നീറ്റ് എക്സാം എഴുതാൻ എല്ലാവരും റെഡി ആയില്ലേ? നമ്മൾ നീറ്റ് എക്സാമിന് എത്രമാത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തോരം കോൺസെപ്റ്റ്സ് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ സ്കോറിനെ എഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളത്. എക്സാം ഹാളിൽ നമ്മൾ നമ്മുടെ ആൻസറിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സ്കോറിനെ വളരെ എഫക്ട് ചെയ്യും. കാരണം നമ്മൾ ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്കുകൾ കൊണ്ട് ഒക്കെ നമുക്ക് ഒരുപാട് മാർക്കുകൾ നഷ്ടപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം OMR മാർക്ക് ചെയ്യേണ്ട രീതിയൊക്കെ. അറിയാത്ത മക്കളാണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഞാൻ എഴുതുന്നുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ മക്കൾ ഓർക്കുക, ഈ ഇതുവരെ OMR പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഈ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് അതൊരു ഹാബിറ്റ് ആക്കി എടുക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നീറ്റ് OMR ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന മക്കളാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ OMR തന്നെ മാർക്ക് ചെയ്ത് പോവുക. അത് വളരെ നല്ലതായിരിക്കും. ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർ ജസ്റ്റ് വെറുതെ ടെസ്റ്റ് എഴുതി ക്വസ്റ്റ്യൻ നോക്കി പോവാതെ ഈ OMR കൂടി മാർക്ക് ചെയ്യുന്ന രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പം നിങ്ങൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ OMR മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ചില വഴികൾ, ചില സ്മോൾ ടിപ്സ് പറഞ്ഞു തരാനാണ് മിസ് മെയിൻ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ OMR ഉണ്ടാവുക അല്ലെ. നിങ്ങൾക്ക് പാറ്റേൺ ഒക്കെ അറിയാമല്ലോ. റോൾ നമ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ്, അതെ, അതായത് OMRലെ ആൻസർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ റോൾ നമ്പർ, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, താഴെ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരും, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്റെ മക്കളൊന്ന് നോക്കുക. കാരണം എക്സാം ഹാളിലും ഈ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ വേണ്ടല്ലോ. എല്ലാത്തിനും നമുക്ക് എക്സാമിനറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൂടെ അല്ല നമ്മൾ വൃത്തിയായി പഠിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ OMRലെ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്കറിയാം സെക്ഷൻ A, സെക്ഷൻ B എന്ന് നമുക്ക് സബ്ജക്ട്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അല്ലെ. അപ്പൊ ഇതാ ഇങ്ങനെ നമുക്കൊന്ന് എഴുതി വെച്ച് നോക്കാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഓൾറെഡി എഴുതിയിട്ടുള്ളവർക്ക് പാറ്റേൺ ഒക്കെ അറിയാം അല്ലെ. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാൻ പറ്റും. അപ്പൊ ചിലര് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് ചിലർ ചെയ്യുന്നത് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നോക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഏതാണോ നിങ്ങൾ എഴുതുന്നത്, ആദ്യം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് ഫുള്ള് നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും അവസാനം അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ സോൾവ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അല്ലെ, ആ ലാസ്റ്റ് ഒരു 1 hour ടൈം എടുത്തിട്ടായിരിക്കും മക്കള് നല്ല പോലെ ടൈം എടുത്തിട്ട് OMR ഫില്ല് ചെയ്യുന്നവരുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരിങ്ങനെ പ്ലാൻ ചെയ്യും അല്ലെ. 3.5 hours അല്ലെങ്കിൽ ഇപ്പൊ 3 hours 2 hours ഫുള്ള് പേപ്പർ സോൾവ് ചെയ്യാൻ എടുത്തിട്ട് 1 hour കൊണ്ട് ഫില്ല് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ പേഴ്സണലി അതല്ല പ്രിഫർ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു മെത്തേഡാണ് സെറ്റ് വൈസ് ഫില്ലിംഗ്. ഓക്കെ, സെറ്റ് വൈസ് ഫില്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സെഷനിൽ ഇപ്പം നമ്മൾ ഫിസിക്സിന്റെ ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ഫിസിക്സിന്റെ സെക്ഷൻ Aയിലെ 5 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു, നമുക്ക് ആൻസർ ഉറപ്പാണ്, മനസ്സിലായി അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആ ഓർഡർ നോക്കും. ഓക്കെ, ആദ്യത്തെ 5 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിന്റെ ഓർഡർ എന്താണ്? 2, 3, 3, 4, 1, 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് ഓർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ OMR എടുത്തിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. 2, പിന്നെ 3, 4 and 1. കണ്ടോ? അപ്പൊ ആ സെറ്റ് മുഴുവൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ സെറ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെച്ച് അങ്ങനെ ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഒരു എൻറ്റയർ ആൻസർ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളത് നോക്കി നമ്മുടെ OMRൽ ചിലപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ചില സില്ലി മിസ്റ്റേക്സ് കൊണ്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഇത് മക്കൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വൈസ് ഫില്ലിംഗ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ABCD. ഓക്കെ, 3 ആണെന്ന് തോന്നുന്നു അല്ലെ. ഓപ്ഷൻ 1 2 3 4 3 ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 3 അങ്ങ് മാർക്ക് ചെയ്ത് പോകുന്നു. പിന്നെ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 1 ആണ്. നമ്മൾ സോൾവ് ചെയ്യുന്നു, അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകുന്നവരുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത്, അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഈ ക്വസ്റ്റ്യൻ വൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം അല്ലെ. അതായത് സേ 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യത്തെ നോട്ടം നോക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് തോന്നി. പക്ഷേ പിന്നെ ഒന്നും കൂടി വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി 3 ആണ് ആൻസർ എന്ന് തോന്നി. അപ്പൊ നമ്മൾക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളത് എന്ത് ചെയ്യും, ഫുള്ളായിട്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പിന്നെ അത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിൽ ചുമ്മാ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും.
ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, കാരണം നമ്മൾ ഈ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം. അതായത് ചിലർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു വെക്കും അല്ലെ, ഒന്ന് ഹാഫ് ആയിട്ടൊക്കെ കാണിച്ചു വെക്കും. അതിനുശേഷം ആണ് മനസ്സിലാകുന്നത് അയ്യോ ഇതല്ലായിരുന്നു ആൻസർ എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് പിന്നെ വേറെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അവിടെ ലൂസ് ആവുകയല്ലേ ചെയ്യുന്നത്. നമുക്കിത് വായിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ചുമ്മാ ഒരു ഡോട്ട് ഇട്ട് വെക്കണം. പക്ഷെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം വന്നു 3 ആണോ എന്നുള്ളത്. പക്ഷെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇല്ല 2 തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പാർട്ട് നമ്മൾ നന്നായിട്ട് സർക്കിൾ ചെയ്യും. ഓക്കെ, പിന്നെ ഓൾവേസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇത് സർക്കിൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതും ഒരു ഈസി മെത്തേഡ്. ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് സർക്കിൾ ചെയ്യുക കേട്ടോ. ഇങ്ങനെ 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 ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആന്റി ക്ലോക്ക് വൈസ്. മക്കളൊന്ന് ശ്രദ്ധിച്ചേ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പുറത്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ആൻസേഴ്സ് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അതും ഒരു മെത്തേഡാണ്. അതും എന്റെ മക്കളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാടാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് എൻഡ് ഓഫ് ദി പേപ്പർ ഫുൾ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ആണ് ഒരു ഹാഫ് ആൻ അവർ ഒരു 45 മിനിറ്റ്സ് എടുത്ത് OMR ഫുൾ ഫില്ല് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല സബ്ജക്ട് വൈസ് അല്ലെ, ഏറ്റവും ആദ്യം ബോട്ടണി ചെയ്തു അല്ലെങ്കിൽ സുവോളജി ചെയ്തു, അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫിസിക്സിലേക്ക് പോയി സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തു OMRൽ മാർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ക്വസ്റ്റ്യൻ വൈസ് അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ കണ്ടു സോൾവ് ചെയ്തു അപ്പൊ തന്നെ ആൻസർ എഴുതി അങ്ങനെ ചെയ്യുന്നവരാണ് അത് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും എന്റെ മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഈ അവസാന ദിവസങ്ങളിൽ OMR ഫിൽ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങളോട് വന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് മക്കൾ പറഞ്ഞ കാര്യമാണ്, മിസ്സേ ഞാൻ നല്ലതായിട്ട് എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ ആൻസർ അറിയുന്ന ആൻസർ ആയിരുന്നു, എന്നിട്ട് പോലും ഞാൻ മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, പിന്നെ അത് വെട്ടിയും കുത്തി ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ OMR ഷീറ്റ് ഇത് ചെയ്യാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രാച്ചസും അതും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയി പോകും. പിന്നെ ചിലരുണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് വിട്ടുവെക്കും അല്ലെ. ഇപ്പൊ കുറെ ആൻസർ ചെയ്തു, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് സർക്കിൾ ചെയ്ത് അതൊന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ സർക്കിൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ കൊണ്ട സർക്കിൾ ചെയ്ത് വെക്കരുത് കേട്ടോ. OMR ഷീറ്റിൽ സർക്കിൾ ചെയ്ത് വെക്കാണ്ടിരിക്കുക, അത് വലിയൊരു മിസ്റ്റേക്ക് ആണ്, അത് ചെയ്യരുത്. ഓക്കെ, സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മക്കൾക്ക് സംശയം വരുമ്പോൾ എന്താ എന്റെ മക്കൾ ചെയ്യുക, അത് ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടു, ലാസ്റ്റിലാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ സംശയമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വളരെ തിരക്കായിട്ട് റഷ് ചെയ്ത് ഫില്ല് ചെയ്ത് ആ ഉള്ള മാർക്കും കൂടി കളയാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ സംശയങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് അവസാന നിമിഷത്തേക്ക് നിങ്ങൾ വെച്ചു, പക്ഷെ ലാസ്റ്റ് മിനിറ്റ് റഷിൽ ഫില്ല് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്താണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്, ക്വസ്റ്റ്യൻ പെർ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്ത് പോകുന്നതാണ് നല്ലത്. നമുക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ലാസ്റ്റ് അതിന്റെ ഉത്തരം ഉറപ്പാക്കി അപ്പൊ തന്നെ സർക്കിൾ ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് സർക്കിൾ ചെയ്ത് പോവുക. കാരണം അത് നമ്മൾ ഒറ്റ സെറ്റ് ആയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് റഷിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്റെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. OMR ഫില്ല് ചെയ്യുന്നത് ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടാണെങ്കിലും ഏത് മെത്തേഡ് വേണമെങ്കിലും മക്കൾ യൂസ് ചെയ്യാം, പക്ഷെ പ്രാക്ടീസ് ചെയ്യുക. ഓൾസോ ടൈം ചെയ്തിട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ എത്ര സമയം എടുക്കുന്നു എൻറ്റയർ പേപ്പറിൽ OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഒക്കെ എന്താ പറയാ, എന്താണെങ്കിലും എനിക്കൊരു 1 ഇയർ ടൈം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ നമ്മുടെ ധീര ബാച്ച് വരുന്നുണ്ട്. അപ്പൊ ധീര ബാച്ചിന് ഒക്കെ ജോയിൻ ചെയ്യാം. 1 ഇയർ പ്രിപ്പറേഷൻ, നമ്മുടെ എൻറ്റയർ അക്കാഡമിക് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് പ്ലാൻ വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഓരോ സബ്ജക്റ്റിനും ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ആൻഡ് ജൂണിലെ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഏതൊക്കെ കവർ ചെയ്യുന്നു എന്നുള്ളത്. ബോട്ടണിക്കും സുവോളജിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഓറിയന്റേഷൻ പ്രോഗ്രാമും ബേസിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ധീര ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിവിലേജ്ഡ് ബാച്ച് ആണ്. കാരണം നമ്മൾ ഫുൾ ഇയറിൽ നിങ്ങൾക്കുള്ള പ്രിപ്പറേഷനും നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്കുള്ള എക്സാംസും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ OMR ഫില്ലിംഗ് ഒക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അല്ലെ. നീറ്റ് 2025 ഒക്കെ എയിം ചെയ്യുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ അപ്പം ഓരോ മാസവും നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും എന്നുള്ള എൻറ്റയർ പ്ലാൻ ഡിസംബർ വരെയുള്ള പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് തന്നെ. നമ്മുടെ സൗത്ത് ഇന്ത്യസ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫാക്കൽറ്റി ആണ് നിങ്ങളെ ഈ ബാച്ചസിൽ പഠിപ്പിക്കുക. അപ്പോൾ
റിവിഷൻ പ്ലാൻസും അതിനുശേഷമുള്ള റിവിഷൻ പ്ലാൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ ലോഞ്ച് ഉടനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മക്കള് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ, റിപ്പീറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നമ്മുടെ ധീര ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ OMR ഫില്ലിങ്ങിന്റെ കാര്യം മറക്കണ്ട, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ബൈ.